നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, കല്യാണവർമാവിൻ്റെ സാരാവലി എന്ന ജ്യോതിഷ ഗ്രന്ഥത്തിലെ 18ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഈ അന്ത്യശ്ലോകം പഞ്ചഗ്രഹ യോഗ നിരൂപണത്തിലെ അവസാനത്തെ ശ്ലോകമാകുന്നു. ഇവിടെ ഈ പഞ്ചഗ്രഹ യോഗത്തിൽ കർത്താക്കളായി വരുന്ന ഗ്രഹങ്ങൾ ആരൊക്കെയാണെന്ന് ആദ്യം എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ മനസ്സിലാക്കുക. ഇവിടെ ശുഭഗ്രഹങ്ങളായി ബുധനും വ്യാഴവും ശുക്രനും വരുന്നു. പാപഗ്രഹങ്ങളായി ചൊവ്വയും ശനിപുത്രനും വരുന്നു. ഈ യോഗത്തിൽ ജനിച്ച വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളാണ് നാം ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ശ്ലോകത്തെ പരിചയപ്പെടാം, ശ്രദ്ധിക്കുക. സുമനസ്ക സ്വാന്മാദോ രാജ്ഞാമതിവല്ലഭോ വിഗതശോക നിദ്രാതുരോ ദരിദ്ര കുജബുധ ഗുരു ശുക്ര രവിപുത്രൈഹി. ഇവിടെ രവിപുത്രൻ ശനി, കുജനും ശനിയും രണ്ട് പാപഗ്രഹങ്ങൾ, പിന്നെ ബുധൻ ആചാര്യഗ്രഹങ്ങളായ ഗുരുവും ശുക്രനും, 3 ശുഭഗ്രഹങ്ങൾ, 2 പാപഗ്രഹങ്ങൾ. ഈ യോഗത്തിൽ ജനിക്കുന്ന വ്യക്തിക്ക് നല്ല വശങ്ങളും തിന്മയുടെ വശങ്ങളും ചീത്ത വശങ്ങളും ആചാര്യനും വിശദീകരിക്കുന്നുണ്ട്. ഈ യോഗത്തിൽ ജനിച്ച വ്യക്തി ആരാകുന്നു? സുമനസ്കനാകുന്നു. അദ്ദേഹം ശോഭനമായ മനസ്സിൻ്റെ ഉടമസ്ഥനാകുന്നു. ശോഭനമായ മനസ്സോടുകൂടിയ വ്യക്തിയാണ് സുമനസ്കൻ എന്ന് പറയുന്നത്. പിന്നീട് ഇദ്ദേഹം ഉന്മാദ, ഇദ്ദേഹത്തിന് പലപ്പോഴും ഒരു ഭ്രാന്താത്മികമായ അവസ്ഥ പറഞ്ഞിട്ടുണ്ട്. മാനസികാവസ്ഥ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇദ്ദേഹം വളരെ പെട്ടെന്ന് ഒരു ഭ്രാന്താത്മകമായ ഒരവസ്ഥയെ പ്രാപിക്കുന്ന വ്യക്തിയാണെന്നും പറയപ്പെടുന്നു. ബുദ്ധി കൂടിയാലുള്ള ദോഷങ്ങൾ നമുക്ക് പലപ്പോഴും കാണാം. ബുദ്ധി കൂടിയാലൊരു ഉന്മാദാവസ്ഥ വരാനുണ്ട്. അപ്രകാരമുള്ളൊരു അവസ്ഥയെ ഈ വ്യക്തിക്ക് ഉണ്ട് എന്നാണ് ആചാര്യൻ സൂചിപ്പിക്കുന്നത്. പിന്നീട് രാജ്ഞാ മതിവല്ലഭ, രാജാക്കന്മാർക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടവനാകുന്നു ഇദ്ദേഹം. രാജാക്കന്മാർക്ക്, വലിയ അധികാരികൾ, പദവിയിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഇദ്ദേഹത്തോട് അങ്ങേയറ്റം പ്രിയത്വമുണ്ട് ഈ വ്യക്തിയോട്. വിഗതശോക, വലിയ ദുഃഖമൊന്നുമില്ലാത്ത ആളാകുന്നു ഇദ്ദേഹം. പിന്നീട് നിദ്രാതുരഹ, എപ്പോഴും നിദ്രാവസ്ഥയുണ്ട്, ഉറക്കം തൂക്കിയാണ് ഇദ്ദേഹം. പിന്നീട് ദരിദ്രനാണ്, സാമ്പത്തികമായ വലിയ മെച്ചമൊന്നുമില്ല. രാജാവിന് പ്രിയപ്പെട്ട വ്യക്തിയാണ്, എങ്കിലും പലപ്പോഴും ഈ ഉറക്കം തൂക്കലൊക്കെ കൊണ്ട് പലപ്പോഴും സാമ്പത്തികമായി വലിയ പദവികളിലേക്ക് അദ്ദേഹത്തിന് കയറിച്ചേരാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. ഉള്ളതുകൊണ്ട് ഹാപ്പിയാണ്. വിഗതശോക, വലിയ ദുഃഖമൊന്നുമില്ല. അതിനാൽ ഒരു മിശ്രഫലത്തെ തരുന്നൊരു യോഗമാണ് പ്രസ്തുത 18ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഈ പഞ്ചഗ്രഹ യോഗമെന്ന് പ്രിയമുള്ള പ്രേക്ഷകർ അറിയുക. നന്ദി, നമസ്തേ.